Hello, welcome back to our video series. ഇത് ബേസിക് ഇലക്ട്രിക്കലിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇൻട്രൊഡക്ഷൻ ടു എ സി കറണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക്സ് ആണ് ഈ ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ അപ്പുറത്ത് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു പോർഷനാണിത്. അത് ആസ് എൻ എൻജിനീയർ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, വേറെ ഏത് ബ്രാഞ്ചിൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ത്രൂ ഔട്ട് ആയിട്ട് വരുന്ന ചില ഡൗട്ട്സ്, എ സി, ജനറേറ്റർ, ഇതെങ്ങനെ നമ്മുടെ വീട്ടിലെത്തുന്നു, ഇതിനൊക്കെ അത്തരം ക്വസ്റ്റ്യനിലേക്കൊക്കെ നിങ്ങളെ മൈൻഡ് ലീഡ് ചെയ്യുമ്പോൾ വേണ്ട ചില ബേസിക്സ് നമ്മളിവിടെ പറഞ്ഞു പോവും. അതെല്ലാം പറയാനുള്ള സമയം ഉണ്ടാവില്ല, ബിക്കോസ് മൊഡ്യൂളിലൊരു ചെറിയ പോർഷൻ മാത്രമാണിത്. ആൻഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ പോർഷനിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മറ്റ് ചില കാര്യങ്ങൾ കൂടിയാണ്, ഡെറിവേഷൻസ് ഒക്കെയാണ്. അതുകൊണ്ട് എന്നാലും ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു പോർഷൻ ഒന്ന് സ്ട്രെസ് കൊടുത്ത് പറയാറുണ്ട്, ബിക്കോസ് നിങ്ങളുടെ ടെക്നിക്കൽ നോളജിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഏത് ജനറേറ്റർ ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് എ സി ഓർ ഡി സി, ലോകത്തുള്ള ഏത് ജനറേറ്റർ ആണെങ്കിലും അതെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരൊറ്റ പ്രിൻസിപ്പലിൻ്റെ ബേസിലാണ്. നമ്മൾ മുന്നുള്ള വീഡിയോസിലൊക്കെ പഠിച്ചതാണ്. ഇറ്റ് ഈസ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. Whenever flux linkage associated with a conductor changes, an EMF is induced in it. ഒരു കണ്ടക്ടറിൻ്റെ അകത്തുള്ള ഫ്ലക്സ് ലിങ്കേജ് എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു EMF പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ശരിയാണല്ലോ? അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് എല്ലാ ജനറേറ്ററിലും ഉപയോഗിക്കുന്നത്, എ സിയും ഡി സിയിലും എല്ലാം. അതുപോലെ രണ്ട് ടൈപ്പ് ഇൻഡക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉം ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉം നമുക്ക് റിവൈസ് ചെയ്യണത്, അല്ലേ? രണ്ട് ടൈപ്പ് EMF ഉണ്ട്. സോ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന സപ്ലൈ ഏതാണ്? എ സി ആണോ ഡി സി ആണോ? എല്ലാവർക്കും അറിയാതെ എ സി ആണ്. അത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് ഇടുക്കിയിലോ അല്ലെങ്കിൽ കായംകുളം പവർ സ്റ്റേഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, നമുക്കിപ്പം ന്യൂക്ലിയർ സ്റ്റേഷൻസ് ഉണ്ട് തമിഴ്നാട്ടിൽ, അങ്ങനെ ഏതെങ്കിലും പവർ സ്റ്റേഷനിൽ നിന്ന് വരുന്ന പവറാണ് നമുക്ക് ലഭിക്കുന്നത്. അതെല്ലാം എന്താണ്? എ സി ആണ്. ഇന്ത്യയിൽ നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്റിംഗ് സ്റ്റേഷൻസിലെല്ലാം യൂസ് ചെയ്യുന്നത് എ സി ആണ്, അല്ലേ? ഡി സി പ്രൊഡക്ഷനും നമുക്ക് പോസിബിൾ ആണ്, പക്ഷേ മറ്റ് ചില അഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മൾ എ സി ആണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എ സി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ട്രാൻസ്ഫോമർ കണ്ടിട്ടില്ല എല്ലാവരും? റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടില്ല ട്രാൻസ്ഫോമർ? നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. ഈ ട്രാൻസ്ഫോമർ എന്തിനാ? വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. നമ്മൾ വലിയ ലോങ് ഡിസ്റ്റൻസിലേക്ക്, ഇടുക്കിയിൽ നിന്ന് കോഴിക്കോട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് വിട്ടിട്ടില്ലെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും ആ വോൾട്ടേജ് വളരെ കുറഞ്ഞു പോകും. അതുപോലെ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പം കറണ്ട് സ്റ്റെപ്പ് ഡൗൺ ആവും, അപ്പം ലോസ് കുറയും. കറണ്ട് കുറഞ്ഞാൽ ലോസ് കുറയും. ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അത്രയും ഡീറ്റെയിലേക്ക് നിങ്ങൾ പോകണ്ട. എനി ഹൗ, ട്രാൻസ്ഫോമർ ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് എ സി ഡി സിയേക്കാൾ കൂടുതൽ നമ്മൾ ഡേ ബൈ ഡേ യൂസിലേക്ക്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്, KSEB പോലത്തെ കമ്പനീസ് ഒക്കെ എ സിയിലേക്ക് വരാനുള്ള ബേസിക് റീസൺ. ആ എ സി സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഒന്ന് രണ്ട് പോയിന്റ്സ്. എന്തായിരുന്നു സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF, എന്താണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മുമ്പേ പഠിച്ച കാര്യങ്ങളാണ്, ശരിയല്ലേ? അതിൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പേര് ആലോചിക്കുക. അതിൻ്റെ അകത്തൊരു മൂവിങ് പാർട്ട് ഉണ്ടാവില്ല. അതിൻ്റെ അകത്ത് എല്ലാ പാർട്സും ഇളകാതെ നിൽക്കുന്ന സ്റ്റേഷനറി പാർട്സ് ആയിരിക്കും. ഒരു എക്സാമ്പിളാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഒരു പാർട്ടും ഇളകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ട് ഇളകും. ഒന്നെങ്കിൽ കോയിൽ ആയിരിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റ് ആയിരിക്കും. ഇത് ഏതെങ്കിലും ഒരു പാർട്ട് ഇളകും. ഇളകുന്നത് കൊണ്ട് തന്നെ അവിടെ ഇളകുക എന്ന് പറയുമ്പോൾ ഒരു റൊട്ടേഷൻ ആയിരിക്കാം. ആ റൊട്ടേഷൻ കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാവും, അല്ലേ? ഫ്ലക്സ്, നമ്മുടെ ഫാരഡേസ് ലോ എന്താ പറയുന്നത്? ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നതിൽ ചേഞ്ച് ഉണ്ടായാൽ EMF ഉണ്ടാവും. അപ്പോൾ ഒരു കണ്ടക്ടർ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ഓരോ ഇൻസ്റ്റന്റിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ അവിടെ EMF പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ ജനറേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്, ജനറേറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അല്ലേ? കല്യാണ വീട്ടിലോ കണ്ടിട്ടില്ലേ? ഒരു സാധനം തിരിയുന്നുണ്ട്, ഒരു സൗണ്ട് ഉണ്ട്, അല്ലേ? കേട്ടിട്ടില്ലേ? സോ അതിൽ മസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, റൊട്ടേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF.
അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ് ഡി എം എഫ് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പാർട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫ്ലെക്സ് പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നെങ്കിൽ മാഗ്നറ്റ് കൊടുക്കുന്ന ഫ്ലെക്സ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് റൊട്ടേറ്റ് ചെയ്യോ മൂവ് ചെയ്യോ ചെയ്യണം. ഡൈനാമിക്കലി ഇൻഡ്യൂസ് ഡി എം എഫിൽ ഓൾറെഡി കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഫ്ലെക്സ് എന്ത് ഫ്ലെക്സ് കൊടുത്താൽ മതി? സ്റ്റഡി ഫ്ലെക്സ് ആയ DC ഫ്ലെക്സ് കൊടുത്താൽ മതി. അതാണ് ട്രാൻസ്ഫോമറിൻ്റെ കേസ്. ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, ട്രാൻസ്ഫോമറിൽ AC വർക്ക് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം എന്താ? ട്രാൻസ്ഫോമറിൽ ഒരാൾ മൂവ് ചെയ്യാൻ തയ്യാറല്ല. ട്രാൻസ്ഫോമറിൽ 2 വൈൻഡിങ് ഉണ്ട്, രണ്ടും ഇളകാതെ നിൽക്കുക ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് EMF ഉണ്ടാവണമെങ്കിൽ മസ്റ്റായിട്ട് അവിടെ കൊടുക്കുന്ന ഫ്ലെക്സ് എന്ത് ഫ്ലെക്സ് ആയിരിക്കണം? AC ഫ്ലെക്സ് ആയിരിക്കണം. ACൻ്റെ പ്രത്യേകത എന്താ? ആ ഫ്ലെക്സ് തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ വളരെ എസെൻഷ്യൽ കൺസെപ്റ്റ്സ് ആണ്. പക്ഷെ നിങ്ങൾ അത്രയും ഡീറ്റെയിൽ നിങ്ങൾ പോകണ്ട. ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ചിലർക്ക് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരാം. അവർക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഈ വീഡിയോ ഒരു ബേസ് ആയിട്ട് മാറും. സോ നമ്മൾ പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. വാട്ട് ഈസ് ഡൈനാമിക്കലി ഇൻഡ്യൂസ് ഡി എം എഫ് എഴുതി ഞാൻ പറഞ്ഞു. E ഈസ് ഈക്വൽ ടു BLV സൈൻ തീറ്റ. നമ്മൾ മുമ്പ് ഡിറൈവ് ചെയ്തതാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കോട്ട് പോവാം. ഓക്കെ, AC എങ്ങനെയാണ് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ മാഗ്നറ്റ് അല്ലെങ്കിൽ കണ്ടക്ടർ, ഏതെങ്കിലും ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം മസ്റ്റായിട്ടും ഡൈനാമിക്കലി ഇൻഡ്യൂസ് ഡി എം എഫിൽ. നമ്മൾ ബേസിക് എക്സാമ്പിൾസിലൊക്കെ എടുക്കുക. മാഗ്നറ്റ് ഇളകാതെ എങ്ങനെ നിൽക്കും? ആ മാഗ്നറ്റ് നടുവിൽ ഒരു കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ജനറേറ്റർ. മാഗ്നറ്റ് ഉണ്ടാവും, നോർത്തും സൗത്തും ഉണ്ടാവും. ഫ്ലക്സ് നോർത്തും സൗത്തിലേക്ക് പോകും. ആ പോകുന്ന പാത്തിൽ നിങ്ങൾ ആരെ വെക്കും? കണ്ടക്ടറിനെ വെക്കും. എൻ്റെ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യും. എത്ര കണ്ടക്ടറാണ് വെക്കുക? ഒരു കണ്ടക്ടറോ 2 കണ്ടക്ടറോ അല്ല, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ പറയാം. അത് 1000കണക്കിന് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അത്രയും കണ്ടക്ടേഴ്സിനെ നിങ്ങൾ ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള ആർമേച്ചർ അല്ലെങ്കിൽ ഷാഫ്റ്റിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു സാധനത്തിന്റെ മുകളിൽ വൈൻഡ് ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും മോട്ടറോ എന്തെങ്കിലും ടോയ് കാറിലുള്ള മോട്ടറെങ്കിലും നോക്കിയാൽ കാണാം, ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള സാധനത്തിന്റെ മുകളിൽ ഇങ്ങനെ വൈൻഡിങ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള വൈൻഡിങ്സിനെയാണ് നമ്മൾ ഈ മാഗ്നറ്റിന്റെ മീഡിയത്തിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത്. വൈൻഡിങ്ങിന് മുകളിൽ ഒരൊറ്റ കോയിൽ മാത്രം ഉണ്ടെങ്കിൽ അതിലൊരു സിംഗിൾ EMF കിട്ടുള്ളൂ. 1000 കോയിൽ ഉണ്ടെങ്കിൽ അവിടെ ഒറ്റ റൊട്ടേഷൻ തന്നെ 1000 ടൈംസ് ആ EMF പ്രൊഡ്യൂസ് ആവും. അപ്പോൾ എത്ര നമ്പർ ഓഫ് ടേൺസ് കൂട്ടുന്നോ അത്രയും നിങ്ങൾക്ക് കൂടുതൽ EMF കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ എക്സാമ്പിളൊക്കെ കൺസിഡർ ചെയ്യുക ഒരൊറ്റ കോയിലാണ്. അതിൻ്റെ അർത്ഥം ഓരോ കോയിലേ ഉള്ളൂ എന്നല്ല, ഒരേ സമയം ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ 1000കണക്കിന് കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഒരൊറ്റ കോയിൽ വെച്ചാണ് അനാലിസിസ് എല്ലാം ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ഇതാണ് ഞാൻ ഇപ്പം പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ഒരു വസ്തുത ഭാഷ. മാഗ്നറ്റ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഫോർ ആൾട്ടർനേറ്റിംഗ് കറന്റ് ജനറേഷൻ. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആയതുകൊണ്ട് ഒന്നെങ്കിൽ മാഗ്നറ്റ് കറങ്ങണം അല്ലെങ്കിൽ കോയിൽ കറങ്ങണം. ഈ ഞാൻ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൽ മാഗ്നറ്റ് ഫിക്സ്ഡ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞ് 2 മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഇത് മാഗ്നറ്റ് ഇങ്ങനെ ഒരു പേപ്പർ പോലത്തെ സാധനമല്ല. നിങ്ങളൊരു 3 ഡയമെൻഷണൽ വ്യൂവിൽ അസ്യൂം ചെയ്യണം. ഇപ്പം ഞാൻ വരച്ചിട്ടുള്ള ഈ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സാധനമാണ് അല്ലേ? നിങ്ങൾ ഇവിടുന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ വരച്ചിട്ടുള്ളത് ഫ്രണ്ടിൽ, ശരിയല്ലേ? പക്ഷെ അതിങ്ങനെയല്ല ശരിക്കും. അത് ഇങ്ങനെയുള്ളൊരു സാധനമാണ്, 3 ഡയമെൻഷണൽ വ്യൂ ഉള്ള സാധനമാണ്. പക്ഷെ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ ഇങ്ങനെ മാത്രമേ വരയ്ക്കുള്ളൂ. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് വരയ്ക്കുക. ഇങ്ങനെ ഇതൊരു ഫുൾ ലെങ്ത്തിൽ ബാക്കോട്ട് പോകുന്ന ഒരു 3 ഡയമെൻഷണൽ സാധനമായിരിക്കും മാഗ്നറ്റ്. അത് മനസ്സിൽ വെക്കണം എപ്പോഴും. നമ്മൾ വരയ്ക്കുന്നതൊക്കെ ഫ്രണ്ട് വ്യൂ ആയിരിക്കും. അതിനൊരു 3 ഡയമെൻഷണൽ എക്സ്റ്റൻഷൻ ഉണ്ട് എന്ന് ആലോചിക്കുക. നമ്മൾ ഇങ്ങനെ വരച്ചാലും അത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനമല്ല, അതിന് ഇങ്ങനെ ഒരു 3 ഡയമെൻഷണൽ എക്സ്റ്റൻഷനും കൂടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ആ മാഗ്നറ്റിൻ്റെ നടുവിൽ ഞാനൊരു വേറെ സാധനം വെച്ചു. കണ്ടാൽ ഒരു ബാങ്കിൾ പോലെ അല്ലെങ്കിൽ ഒരു റിങ് പോലെയുള്ള ഒരു സിംഗിൾ സാധനമായിട്ടാണ് തോന്നുന്നത്. ആ സിംഗിൾ സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിലിണ്ടർ. ആ സിലിണ്ടറിന്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾ കാണുന്നുള്ളൂ. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ വൈൻഡിങ്സ് വെക്കാൻ ഉദ്ദേശിക്കുന്ന സിലിണ്ടറിന്റെ ഫ്രണ്ട് വ്യൂ ആണത്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ പോലെ ഞാനിപ്പം ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു സാധനമാണെന്ന് വിചാരിച്ചോളൂ.
എന്താ നിങ്ങൾ ഇത് കണ്ടോ? കുറച്ചൊരു ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ട് തോന്നുന്നു. ഓക്കെ, ഇതൊരു കണ്ടക്ടറാണ്. എ ബി, എ എന്ന് തുടങ്ങി ബിയിൽ തീരുന്ന ഒരു കണ്ടക്ടർ വെച്ചു. അതിങ്ങനെ ബാക്കിലൂടെ പോയി സി എന്ന് പറഞ്ഞൊരു കോയിലായി, സി ഡി എന്ന് പറഞ്ഞ കോയിലായി തിരിച്ചു വരും. ഇതിനാണ് നമ്മളൊരു കോയിൽ എന്ന് പറയാം. ഈ ഒരു കോയിലിനെ നിങ്ങൾ ഇങ്ങനെ ഈ ആർമേച്ചർ അതിനെ പറയാം. ആർമേച്ചറിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുക? നോക്കിക്കേ, ശരിക്കും നോക്കിയാൽ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പോയിന്റ്സ് മാത്രമേ കാണുള്ളൂ. ഒരു റിങ്ങും അതിൻ്റെ മുകളിൽ 2 പോയിന്റ്സ്. ഇത് എ ബിനെ കറസ്പോണ്ട് ചെയ്യുന്ന പോയിന്റാണ്. ഇത് സി ഡിനെ കറസ്പോണ്ട് ചെയ്യുന്ന പോയിന്റാണ്. ഒന്ന് ബ്ലാക്കിലും ഒന്ന് റെഡിലും. ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ നിങ്ങൾക്ക് 4 പോയിന്റ് കാണുന്നുണ്ടാവും. അത് ബാക്കും കൂടെ കാണുന്നതാണ്. പക്ഷേ നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 2 പോയിന്റ് മാത്രമാണ് കാണുക. ഈ ഏരിയ മാത്രം കൺസിഡർ ചെയ്യുക, ഈ റിങ് മാത്രം. അതാണ് ഞാൻ ഫിഗറിൽ വരച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഫിഗറിൽ എ ബി എന്ന് വരച്ചാൽ അതിൻ്റെ മീനിങ് അതൊരു ഒറ്റ പോയിന്റ് ആണെന്നല്ല. ഫ്രണ്ട് വ്യൂവിൽ ഒരു പോയിന്റ് ആണെങ്കിലും സൈഡ് വ്യൂവിൽ അത് എ ബി എന്ന് പറഞ്ഞ കണ്ടക്ടറാണ്. സി ഡി എന്ന് ഞാൻ ഫ്രണ്ട് വ്യൂവിൽ ഒറ്റ പോയിന്റ് വരച്ചാലും സൈഡ് വ്യൂവിൽ അത് സി ഡി എന്ന് പറയുന്ന കണ്ടക്ടറാണ്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരൊറ്റ കോയിലാണ് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ എ ബി സി ഡി. ഇതിനെങ്ങനെ ജോയിൻ ചെയ്ത് ആ റിങ്ങിൻ്റെ മുകളിൽ നമ്മൾ വൈൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോയിലാണ്. അതിൽ 2 കണ്ടക്ടർ ഉണ്ട്. എ ബി എന്ന് പറഞ്ഞ കണ്ടക്ടറും സി ഡി എന്ന് പറഞ്ഞ കണ്ടക്ടറും. അത് ബാക്കിലൂടെ കണക്റ്റഡ് ആണ്. ഓക്കെ, അതിപ്പോൾ ഞാൻ കാണിച്ചതിൻ്റെ തന്നെ ഒരു പിക്ചറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഒരു സൈഡിൽ എ ബി, ഒരു സൈഡിൽ സി ഡി എന്ന് പേര് ചെയ്തിട്ടില്ല. അത് നമ്മൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യാന്ന് കാണിച്ചതാണ്. ഓക്കെ, ഇനി നമ്മൾ ഫാരഡേസ് ലോയിലേക്ക് തിരിച്ചു പോവാണ്. വാട്ട് ആർ ദ തിങ്സ് വി നീഡഡ്? ഫാരഡേസ് ലോ എന്താ പറയുന്നത്? ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചേഞ്ച് ചെയ്യാം? വി ഹാവ് ടു റൊട്ടേറ്റ് ഇറ്റ്. നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും ടർബൈൻ. എന്തിനാ ടർബൈൻ? ടർബൈൻ ആണ് ആ ജനറേറ്ററിനെ കറക്കുന്നത്. എന്നിട്ട് അതിൽ എന്താ പറയുക, ഫോഴ്സ് ഉപയോഗിച്ച് EMF അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാക്കുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. അതിനുശേഷം ഹൈസ്കൂളിലൊക്കെ പ്ലസ് 2 എത്തുമ്പോൾ അതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടർബൈൻ ഒരു വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ആണെങ്കിൽ ആ വാട്ടർ വീഴുന്ന ഫോഴ്സിൽ ടർബൈൻ കറങ്ങും. ആ ടർബൈൻ്റെ ഷാഫ്റ്റ് നിങ്ങൾ നേരെ ആ ഓറഞ്ച് കളറിൽ വരച്ചിട്ടുള്ള നമ്മുടെ ആർമേച്ചറിലേക്ക് ഫിക്സ് ചെയ്യും ടർബൈൻ്റെ ഷാഫ്റ്റ്. അപ്പോൾ ടർബൈൻ കറങ്ങുന്ന അതേ സ്പീഡിൽ ആർമേച്ചറും കറങ്ങും. എന്തിനാണ് ഈ കറക്കുന്നത്? ദ റൊട്ടേഷൻ ഈസ് പ്രൊവൈഡഡ് ടു മേക്ക് എ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ്. ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ABCD നമ്മുടെ കോയിലിനെ അങ്ങനെ വെറുതെ വെച്ചാൽ പോരാ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാവും. ABCD എന്നൊരു EMF പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ പുറത്തേക്ക് എടുത്ത് നമുക്ക് ലൈറ്റോ ഫാനോ അല്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയും യൂസ് ചെയ്യാൻ പറ്റും. സോ റൊട്ടേഷൻ ഈസ് അപ്ലൈഡ് യൂസിങ് എ ടർബൈൻ ആഫ്റ്റർ 180 ഡിഗ്രി റൊട്ടേഷൻ. എന്താ 180 ഡിഗ്രി റൊട്ടേഷൻ കഴിഞ്ഞാൽ സംഭവിക്കുക? നോക്കിക്കോ, ഇതാണ് 0 പൊസിഷൻ എന്ന് വിചാരിച്ചോ. 180 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് അവിടെ എത്തും, ബ്ലാക്ക് ഉള്ള സ്ഥലത്തെത്തും. ശരിയല്ലേ? ഇതാ 180 ഡിഗ്രി കറങ്ങിക്കഴിഞ്ഞാൽ പൊസിഷൻ നേരെ ഇന്റർചേഞ്ച് ചെയ്യും. അപ്പോൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ 180 ഡിഗ്രിയിലും അവർ ഓരോ കോയിലിൻ്റെയും 2 അറ്റത്തും വരുന്ന കണ്ടക്ടേഴ്സ് തമ്മിൽ അവരുടെ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ABCD മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. AB എന്ന സ്ഥലത്ത് CD എത്തും, CD എന്ന സ്ഥലത്ത് AB എത്തും ഓരോ 180 ഡിഗ്രി കഴിയുമ്പോഴും. ഓക്കെ, അക്കോർഡിംഗ് ടു Faraday's law, EMF induced will be induced in these conductors. ഓക്കെ, ഈ കണ്ടക്ടേഴ്സിൽ Faraday's law പ്രകാരം ഈ ഒരു റൊട്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ EMF ഉണ്ടാവും. പ്രൊവൈഡഡ് ഫ്ലക്സ് ഷുഡ് ബി ദർ. ഫ്ലക്സിന്റെ ഒരു ഡയറക്ഷൻ ഞാൻ ബ്ലാക്ക് ഇങ്ക് കാണിച്ചിട്ടുണ്ട്. ഫ്ലക്സ് ഈസ് പാസിംഗ് ഫ്രം നോർത്ത് ടു സൗത്ത്. ഏത് മാഗ്നറ്റ് ആണെങ്കിലും എയർ ഗ്യാപ്പ് എന്താ, നോർത്ത് നിന്ന് എയറിൽ ഇറങ്ങിയിട്ട് സൗത്തിലേക്ക് പോകുന്നത്. എയർ ഗ്യാപ്പിലൂടെ പോകുന്ന ഫ്ലക്സ് ലൈൻ നോർത്ത് ടു സൗത്ത് ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കുറേ പേര്, എനിക്ക് തോന്നുന്നു പ്ലസ് 2 കുറേ പേരെല്ലാം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എത്ര പേർക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ.
ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഓവർ ലോഡായിട്ട് തോന്നുന്ന ആളുകൾക്ക് ഈ പോർഷൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് മസ്റ്റായിട്ട് ഡീപ്പായിട്ട് പഠിക്കേണ്ട പോർഷനാണ്. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും ആവശ്യം വരും. പക്ഷെ ബാക്കിയുള്ളവരും മനസ്സിലാക്കണം, ഒരു ഇഷ്യൂ ഇല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതൊരു ഫേസ് ടു ഫേസ് ഇൻട്രാക്റ്റീവായ ക്ലാസ് അല്ലാത്ത കാരണവും ഒരു വലിയ ബോർഡിൻ്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാത്ത കാരണവും ചെറിയ ലിമിറ്റേഷൻ ഉണ്ടാവും. ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യേണ്ടത് ഞാൻ പറയുന്ന അതേപോലെ നിങ്ങൾ ഈ ഒരു ലോ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് സ്ട്രെച്ച് ദ 3 ഫിംഗേഴ്സ്, forefinger, middle finger and thumb of right hand in mutually perpendicular direction. അല്ലേ, 3 പെർപെൻഡിക്കുലർ അല്ലേ, ഇങ്ങനെ പിടിക്കാം. എല്ലാവരും ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച്. ഓക്കെ, ആദ്യം നമ്മൾ പറയാ 2 ഇൻപുട്ടിനെ പറ്റിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഔട്ട്പുട്ട് ആയിരിക്കും. ഇതൊരു ജനറേറ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് എന്താ? EMF അല്ലെങ്കിൽ കറണ്ട്. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ജനറേറ്ററിലെ ഔട്ട്പുട്ട് കറണ്ടാണ് നിങ്ങൾക്കറിയാം. ജനറേറ്ററിന്റെ ഇൻപുട്ട് എന്തൊക്കെയാ? കഴിഞ്ഞ ഫിഗർ ആലോചിച്ച് നോക്ക്, ലാസ്റ്റ് ഫിഗർ നോക്കിക്കേ, നിങ്ങൾ എന്തൊക്കെ ഇൻപുട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫിഗർ നോക്കൂ, നോർത്ത് ടു സൗത്ത് ഒരു ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട്, അതൊരു ഇൻപുട്ട് അല്ലേ. അതുപോലെ റൊട്ടേഷൻ കൊടുക്കണം നിങ്ങൾ പറഞ്ഞു. റൊട്ടേറ്റ് ചെയ്താലേ കറണ്ട് ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ റൊട്ടേഷൻ എന്താണ്? ഇൻപുട്ടാണ്. അപ്പോൾ 2 ഇൻപുട്ട് കൊടുത്താലേ അതിൽ ഒരു ഔട്ട്പുട്ടായ കറണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ, സോ ആദ്യം പറയുന്ന 2 ആളും ഇൻപുട്ടായിരിക്കും. 4 ഫിംഗർ, നിങ്ങളുടെ ചൂണ്ട് വിരൽ അല്ലേ, 4 ഫിംഗർ. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഇൻപുട്ട് ഏതായിരുന്നു? നോർത്ത് ടു സൗത്തിലേക്ക് പോകുന്ന ഫ്ലെക്സ്. അപ്പോൾ ഇത് നോർത്ത് ആണെങ്കിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യണം, നോർത്ത് ടു സൗത്തിലേക്ക്. ഇനി ഇത് സൗത്ത് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഫ്ലെക്സ് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഫിംഗർ വെക്കുക, നോർത്ത് ടു സൗത്ത്. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫ്ലെക്സ് പാസ് ചെയ്യുന്നതെങ്കിൽ ഫിംഗർ ഇങ്ങനെ വെക്കുക. അടുത്ത ഇൻപുട്ട് എന്താ? തമ്പ്, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് കണ്ടക്ടർ. നമുക്ക് ലാസ്റ്റ് ഫിഗർ ഒന്നും കൂടെ നോക്കാം. ABCD എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഞാൻ ഏരോ മാർക്ക് വരച്ചിട്ടുണ്ട്, ക്ലോക്ക് വൈസ്. ശരിയല്ലേ? ക്ലോക്ക് വൈസ് തിരിയുമ്പോൾ AB ശരിക്കും പറഞ്ഞാൽ മുകളിലേക്കാണോ താഴോട്ടാണോ പോവുക? AB മുകളിലേക്ക് പോവും, CD താഴോട്ട് വരും. അപ്പോൾ നിങ്ങൾ ABനെ പറ്റിയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആദ്യം നോർത്ത് ടു സൗത്ത് ഫ്ലെക്സ് അല്ലേ, ആ പേപ്പർ കാണുന്ന പോലെ ഇങ്ങനെ നിങ്ങളെ ഫിംഗർ വെക്കുക. ഓക്കെ, ABCDയിൽ AB മുകളിലേക്ക് പോവും ക്ലോക്ക് വൈസ് തിരിയുമ്പോൾ, അപ്പോൾ തമ്പ് മുകളിലേക്ക് വെക്കുക. ഇനി ABCDയിൽ AB താഴോട്ടാണ് പോകുന്നതെങ്കിൽ തമ്പ് ഇങ്ങനെ താഴോട്ട് വെക്കേണ്ടി വരും. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ കുറച്ച് പണി ഉണ്ടാവും, കൈയൊന്നും ആരും പൊട്ടിക്കരുത്, ഇങ്ങനെയൊക്കെ ആക്കേണ്ടി വരും. അത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ AB ഫ്ലക്സ് ഇങ്ങനെ പോയി AB മുകളിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ മിഡിൽ ഫിംഗർ എങ്ങോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിലായിരിക്കും അതിൽ കറണ്ട് പോവുക. നിങ്ങളൊരു പേപ്പർ ഇങ്ങനെ കയ്യിലെടുക്കുക, ആ പേപ്പറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ ഇങ്ങനെ വരച്ച ശേഷം നോർത്ത് ടു സൗത്ത് കമ്പ് മുകളിലേക്ക്, കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? പേപ്പറിൻ്റെ അകത്തേക്ക്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ കറണ്ട് ആ AB എന്ന് പറഞ്ഞ ഞാൻ വരച്ച പേപ്പറിൻ്റെ അകത്തേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവും. കറണ്ട് അകത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ക്രോസ് എന്ന് മാർക്ക് ചെയ്യും. കറണ്ട് പുറത്തേക്കാണ് വരുന്നതെങ്കിൽ ഡോട്ട് എന്ന് മാർക്ക് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ ക്രോസും ഡോട്ടും ഒക്കെ ഫിഗറിൽ കണ്ടിട്ടുണ്ടാവും, ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, നമുക്കതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കണ്ടോ, ഞാനത് ഒന്നും കൂടെ ആ ഫിഗർ എടുത്ത് വരച്ചു. ABCD ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യുമ്പോൾ AB ഒരു ഇൻസ്റ്റൻറ്റ് പറയുകയാണെങ്കിൽ AB മുകളിലേക്ക് പോകുന്ന എഫക്റ്റും CD താഴേക്ക് പോകുന്ന എഫക്റ്റും ഉണ്ടാവും. ABയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നോർത്ത് ടു സൗത്ത് 4 ഫിംഗർ ഈ ഡയറക്ഷനിൽ വെക്കുക, തമ്പ് മുകളിലേക്ക് വെക്കുക, കറണ്ട് കണ്ടോ ടുവേഡ്സ് ദ ഫോൺ അല്ലെങ്കിൽ ടുവേഡ്സ് ദ പ്ലെയിൻ. അപ്പോൾ ക്രോസ് പ്ലെയിൻ്റെ അകത്തേക്ക് പോയി. ഇനി CD അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഫിംഗർ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നോർത്ത് ടു സൗത്ത്
നോർത്ത് സൗത്ത് 4 ഫിംഗർ ഇങ്ങനെ തന്നെ പോകണം. എല്ലാ സമയത്തും ഫ്ലക്സ് ഇങ്ങനെ തന്നെയാണുള്ളത്. കറണ്ട് കണ്ടക്ടർ എങ്ങോട്ടാണ് വരുന്നത്? സി ഡി താഴോട്ടാണ്. അപ്പോൾ 4 ഫിംഗർ എങ്ങോട്ടാണ് വരുന്നത്? നേരത്തെ അങ്ങോട്ട് പോയ 4 ഫിംഗർ ഇപ്പം എൻ്റെ ഫേസിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടാണ് വരുന്നത്. നിങ്ങൾ ആ പേപ്പറിൽ അപ്ലൈ ചെയ്ത് നോക്കും. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഡോട്ട് എന്ന് മാർക്ക് ചെയ്യും. ശരിയാണ്. അപ്പോൾ ഞാൻ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വ്യൂ ആണ് മുകളിൽ വരച്ചിട്ടുള്ളത് ABCD. സൈഡ് വ്യൂ ആണ് താഴെ വരച്ചിട്ടുള്ളത്. സൈഡ് വ്യൂ എന്താ കാണാം? AB-യും കാണാം, CD-യും കാണാം. ആ കോയിലിന് എങ്ങനെയുള്ള വ്യൂ ആണ് ഞാൻ താഴെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ABCD എന്ന കണ്ടക്ടറിൽ മുകളിലെ ഫിഗറിൽ അപ്ലൈ ചെയ്ത് ക്രോസും ഡോട്ടും മാർക്ക് ചെയ്തു. കണ്ടോ? AB-യിൽ ക്രോസ് കിട്ടി, CD-യിൽ ഡോട്ട് കിട്ടി. ക്രോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഉള്ളിലേക്കാണ് പോയത്. എയിൽ നിന്ന് ബിയിലേക്ക് പോയി. ഞാൻ ആരോ മാർക്ക് ഇട്ടു എ നിന്ന് ബിയിലേക്ക്. CD എന്ന് പറഞ്ഞാൽ എ നിന്ന് ബിയിലെത്തിയ സാധനം ബാക്കിലൂടെ പോയി സിയിലെത്തി തിരിച്ച് ഡോട്ട് സിയിൽ നിന്ന് പുറത്തേക്ക് എൻ്റെ ഫേസിൻ്റെ അടുത്തേക്ക് വരിക. സിയിൽ നിന്ന് ഡിയിലേക്ക്. അടുത്ത ആരോ മാർക്ക് കിട്ടും. ഇതാണ് ജനറേഷൻ. ഇങ്ങനെയാണ് ജനറേഷൻ സംഭവിക്കുന്നത്. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ജനറേറ്റർ ഇങ്ങോട്ട് ഇതുവരെ ഈ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത ജനറേറ്ററിനെ ഒരൊറ്റ ഇൻസ്റ്റൻറ്റിൽ തിരിച്ച് റൊട്ടേറ്റ് ചെയ്താൽ എന്താവും? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ആവും. ആ ഇൻസ്റ്റൻറ്റിലുള്ള കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ആക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾക്ക് AB-യിൽ ക്രോസ് ആണ് കിട്ടിയത്, അല്ലെങ്കിൽ നോർത്തിൻ്റെ അണ്ടറിൽ വരുന്ന കണ്ടക്ടറിൽ ക്രോസ് ആണ് കിട്ടിയത്. നോർത്തിൻ്റെ അണ്ടറിൽ വരുന്ന കണ്ടക്ടറിൽ ഡോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്ലോക്ക് വൈസ് തിരിച്ചതിന് പകരം ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചാൽ മതി. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത കേസ്. ആദ്യം ഇത് 0 to 180 ഡിഗ്രി തിരിയുന്ന കേസിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. 180 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? AB ഉള്ള സ്ഥലത്ത് CD എത്തി, CD ഉള്ള സ്ഥലത്ത് AB എത്തി. ഇനി ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. പേര് മാത്രമേ മാറിയിട്ടുള്ളൂ, അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും മാറില്ല. നിങ്ങൾ നോർത്തിന് അണ്ടറുള്ള കണ്ടക്ടറിൽ നേരത്തെ അതേപോലെ തന്നെ സംഭവിക്കും. ബിക്കോസ് ഇപ്പോൾ CD എങ്ങോട്ടാണ് പോകുന്നത്? മുകളിലേക്കാണ് പോകുന്നത്. AB എങ്ങോട്ടാണ് പോകുന്നത്? താഴേക്കാണ് പോകുന്നത്. സോ നോർത്ത് ടു സൗത്ത് ഫിംഗർ വെക്കുക. CD മുകളിലേക്ക് പോയി, കറണ്ട് പേപ്പറിൻ്റെ അകത്തേക്ക് ടുവേർഡ്സ് ഇൻസൈഡ് ടുവേർഡ്സ് ദ പ്ലെയിൻ പോയി. ശരിയാണല്ലോ? ഇപ്പോൾ ടുവേർഡ്സ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഡിന്ന് സിയിലേക്ക് പോയി. ക്രോസ് മാർക്ക് ചെയ്തു. ഇനി AB-യിൽ അപ്ലൈ ചെയ്ത് നോക്ക്. ഫിംഗർ ഇങ്ങനെ തന്നെ, 4 ഫിംഗർ ഇങ്ങനെ തന്നെ, തമ്പ് താഴോട്ട് വെക്കണം. ബിക്കോസ് CD താഴോട്ട്. ആ കറണ്ട് എങ്ങോട്ടാണ് വരുന്നത്? നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ഫിംഗർ ഇപ്പം എൻ്റെ നേരെയാണ് വരുന്നത് അല്ലേ? ടുവേർഡ്സ് ദ പ്ലെയിൻ പോയ പകരം ടുവേർഡ്സ് മീ ആണ് വരുന്നത്, അല്ലെങ്കിൽ ഔട്ട്വേർഡ്സ് ഫ്രം ദ പ്ലെയിൻ ആണ് വരുന്നത്. അതായത് ഇപ്പം ആ കറണ്ട് ഡോട്ടാണ്, പുറത്തേക്കാണ്. അതായത് B to A ആണ് വരുന്നത്. ഈ താഴത്തെ 2 വരല്ലേ, അതാണ് നമ്മുടെ പുറം ഭാഗം. അതായത് DA ഭാഗങ്ങൾ വരുന്ന ആ സൈഡാണ് നമ്മുടെ ഷാഫ്റ്റിൻ്റെ പുറം ഭാഗം. ഇവിടെ നിന്നാണ് നമ്മൾ കറണ്ട് ഇങ്ങോട്ട് എടുക്കുകയോ ചെയ്യുന്നത്. അത് വെച്ചാണ് നമ്മൾ ടുവേർഡ്സും ഇൻവേർഡ്സും ഔട്ട്വേർഡ്സും ഒക്കെ പറയുന്നത്. ഈ 2 ഫിഗറും ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺക്ലൂഷൻ കിട്ടിയോ? ബാക്കോട്ടൊന്നും നോക്കാതെ ഒന്ന് പറഞ്ഞേ. കഴിഞ്ഞ ഫിഗറിൽ ഞാൻ 0 to 180 ഡിഗ്രി പറഞ്ഞതും ഇപ്പോൾ 180 ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഉള്ള കേസ് പറഞ്ഞതും തമ്മിൽ മെയിനായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് സംഭവിച്ചോ? നേരത്തെ ക്രോസ് ഉള്ളവർക്ക് ഇപ്പോഴും ക്രോസ് ആണ് ഫിഗറിൽ കാണുന്നത്, പക്ഷെ അവിടെ കണ്ടക്ടർ എന്തായിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. നിങ്ങൾ ഓരോ കണ്ടക്ടർ എടുത്ത് നോക്കൂ. AB എന്ന കണ്ടക്ടർ നേരത്തെ എന്തായിരുന്നു? ക്രോസ് ആയിരുന്നു, അതായത് A to B ആയിരുന്നു. ഇപ്പം അതേ AB-യിൽ എന്തായി? ഡോട്ടായി, B to A. നിങ്ങൾ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചെയ്തോ? ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ മാറ്റിയോ? ഒരേപോലെ തന്നെ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഓരോ 180 ഡിഗ്രി കഴിഞ്ഞപ്പോഴും A to B പോയ കറണ്ട് തിരിച്ച് ഇവിടെ എത്തിയപ്പം B to A ആയിരുന്നത്. ഇതിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓരോ 180 ഡിഗ്രി റൊട്ടേഷനിലും അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഡയറക്ഷൻ A to B, B to A, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. Current in AB is A to B.
0 to 180 ഡിഗ്രിയിൽ കറണ്ട് ഇൻ സി ഡി ഈസ് സി ടു ഡി. ബട്ട് 180 to 360 ആയപ്പോൾ എന്തായി? കറണ്ട് ഇൻ എ ബി ഈസ് ബി ടു എ ആൻഡ് കറണ്ട് ഇൻ സി ഡി ഈസ് ഡി ടു സി. സോ ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇത് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വേറെ ഒരു ഇഷ്യൂ ഇല്ല. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താ? ഈ ആർമേച്ചറിൻ്റെ അകത്തുള്ള ഓരോ കണ്ടക്ടറും ഉണ്ടാകുന്ന കറണ്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് എ സി ജനറേറ്റർ ആണെങ്കിൽ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നേരെ അങ്ങ് പുറത്തേക്ക് എടുത്താൽ മതി. അതിനുവേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് സ്ലിപ്പ് റിംഗ് അറേഞ്ച്മെൻറ്റ്, SLIP, സ്ലിപ്പ് റിംഗ്. അപ്പോൾ വേറെ എന്തോ ഒരു സാധനം വേറെ കേട്ടിട്ടുണ്ടല്ലോ, സ്പ്ലിറ്റ് റിംഗ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയും. അത് ഏതില്ല? നിങ്ങൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്രയും പോർഷൻ എല്ലാ ജനറേറ്ററും സെയിമാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് DC ജനറേറ്റർ ആണെങ്കിൽ ഈ കിട്ടിയ കറണ്ടിനെ പുറത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു കമ്മ്യൂട്ടേറ്റർ വെച്ച് കൊടുക്കും. കമ്മ്യൂട്ടേറ്ററിന് വെക്കുന്ന അറേഞ്ച്മെൻറ്റിൻ്റെ പേരാണ് സ്പ്ലിറ്റ് റിംഗ്. ആ കമ്മ്യൂട്ടേറ്റർ ആ ഉണ്ടാക്കിയ AC-യെ പുറത്തേക്ക് എത്തുമ്പോൾ എന്താക്കി മാറ്റും? DC ആക്കി മാറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ട, അത്രയും ഡെപ്ത് പോകണ്ട, ഇതേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ സ്ലിപ്പ് റിങ്ങും സ്പ്ലിറ്റ് റിങ്ങും മാറ്റിയാൽ ഏതൊരു ജനറേറ്ററിനെ AC ജനറേറ്ററും DC ജനറേറ്ററും ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് ഒരു സൈൻ വേവ് എന്ന് പറയുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാം, AC എന്ന് പറഞ്ഞാൽ സൈനായിട്ട് നമ്മൾ വരയ്ക്കും അല്ലേ, സൈൻ വേവ്. എന്തുകൊണ്ടാണ് സൈൻ വേവ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സൈൻ വേവിൻ്റെ എക്സ്പ്രഷൻ എപ്പോഴും എങ്ങനെ ഉണ്ടാവുക? മാക്സിമം വാല്യൂ ഇൻറ്റു സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ. ഇപ്പോൾ സൈൻ 0-ലാണ്, ആംഗിൾ 0 ആണെങ്കിൽ എത്ര മാക്സിമം വാല്യൂ ഉണ്ടായിട്ടും കാര്യമില്ല, അതിനെ സൈൻ 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ വാല്യൂ 0 ആയി പോകും. അറ്റ് 90 ഡിഗ്രിയിലാണെങ്കിൽ ആ മാക്സിമം വാല്യൂ ഇൻറ്റു സൈൻ 90 ചെയ്യുമ്പോൾ ഒരു വലിയ പോയിന്റ് കിട്ടും. അഗെയിൻ ഇപ്പോൾ 0-ൽ 0 ആയി, 90-ൽ മാക്സിമം എത്തി, അഗെയിൻ 180-ൽ 0 ആയി, 270-ൽ നെഗറ്റീവ് മാക്സിമം പോയി, 360-ൽ അഗെയിൻ 0 ആയി. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈൻ വേവ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് 270-ൽ മൈനസ് പോകുന്നത്? സൈൻ 270 എന്താ? സൈൻ 90 1 ആണെങ്കിൽ സൈൻ 270 -1 ആണ്. ഇതേ സ്വഭാവമാണ് നിങ്ങളുടെ ജനറേറ്ററും കാണിച്ചത്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അത് A to B പോയെങ്കിൽ ആഫ്റ്റർ 180 ഡിഗ്രി കഴിഞ്ഞപ്പോൾ അത് B to A ആയി. സൈൻ വേവിൻ്റെ പ്രത്യേകത എന്താ? ആലോചിച്ച് നോക്കൂ. സൈൻ വേവിൻ്റെ പ്രത്യേകത എന്താ? 90-ൽ അത് മാക്സിമം ആണെങ്കിൽ 180 0 ആവും, അത് പോട്ടെ. 270-ൽ അത് എന്താകുന്നുണ്ട്? നേരെ നെഗറ്റീവ് മാക്സിമം ആവുന്നുണ്ട്. 90 270 നമ്മൾ വ്യത്യാസം എത്ര? 180 ഡിഗ്രി. ഓരോ 180 ഡിഗ്രിയിലും A to B പോയത് B to A വരുന്നു. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സൈൻ വേവിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ. ഇനി ഞാൻ പറയുന്നത് E ഈസ് ഈക്വൽ ടു EM സൈൻ 0. EM എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF-ന്റെ ആ മാക്സിമം വാല്യൂ ആയിരിക്കും. സൈൻ 0 അല്ല കേട്ടോ. E ഈസ് ഈക്വൽ ടു EM സൈൻ തീറ്റ എന്നാണ്. തീറ്റ 0 ആയതുകൊണ്ട് ആ വാല്യൂ 0 ആവുമെന്നാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ E ഈസ് ഈക്വൽ ടു EM സൈൻ തീറ്റ. എന്താണ് ഈ തീറ്റ? അതാണ് ഞാൻ റെഡിങ്കിൽ വരച്ചിട്ടുള്ളത്. ABCD എന്ന് പറഞ്ഞ കോയിൽ ഇങ്ങനെ നിൽക്കുകയെന്ന് വിചാരിച്ചോ. ഇത് AB, ഇത് CD. അതേ കോയിൽ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാവും, ABCD. കാണുന്നുണ്ടല്ലോ എല്ലാവരും? ഓക്കെ. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തും, എഗെയിൻ പഴയ പൊസിഷനിലെത്തും. ഇത് 0th പൊസിഷൻ എന്ന് വിചാരിച്ചോ, 0 ഡിഗ്രി. അതാണ് ഞാൻ ഇവിടെ കാണിച്ച പൊസിഷൻ. AB താഴെ, CD മുകളിൽ, 0th ഡിഗ്രി. കുറച്ച് കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി, AB ഇവിടെ എത്തും. കുറച്ചും കൂടെ കഴിഞ്ഞാൽ AB തിരിച്ച് നേരത്തെ ഇപ്പോഴുള്ള 0th കേസിൻ്റെ ഫിഗറുള്ള 0th കേസിൻ്റെ ഓപ്പോസിറ്റ് എത്തി, AB മുകളിലെത്തി. ഇതാണ് 180 ഡിഗ്രി. ഇനി ഇങ്ങോട്ട് തിരിഞ്ഞാൽ 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് കേസ് എത്തി, AB. ഇതിനെ 270 ഡിഗ്രി എന്ന് പറയും. ഇത് അഗെയിൻ 360 ഡിഗ്രി. ഓർ 360 ഡിഗ്രി എപ്പോഴും എന്തിന് ഈക്വലാണ്? 0 ഡിഗ്രിക്ക് ഈക്വലാണ്. ഇനി തീറ്റ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഈ തീറ്റ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇങ്ങനെ വെക്കുന്നു, ABCD. ഇപ്പോൾ ഈ കോയിലിൻ്റെ പ്ലെയിൻ നിങ്ങൾ ആലോചിച്ചു. കോയിലിൻ്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കോയിലിൻ്റെ പ്ലെയിൻ ഉള്ളത്, AB അല്ലേ, CD. ഇങ്ങനെയല്ലേ കോയിലിൻ്റെ പ്ലെയിൻ ഉള്ളത്? അതായത് ഇങ്ങനെയാണ് ഈ സിലിണ്ടർ മറന്നേക്ക്.
കോയിലിനെ പറ്റി മാത്രം ആലോചിക്കും. കോയിലിൻ്റെ പ്ലെയിൻ ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നത്? ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള ഈ കോയിലിൻ്റെ പ്ലെയിൻ ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നത്? ഫ്ലക്സിൻ്റെ പ്ലെയിൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ഫ്ലക്സിൻ്റെ പ്ലെയിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ ഫിഗറിലുള്ള പോലെ ഒരു ഒറ്റ പേപ്പർ പോലെ ആലോചിക്കരുത്. 3D സാധനമാണ് ഈ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ നിന്നും ഫ്ലക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ അറ്റം മുതൽ ആ അറ്റം വരെ. അപ്പോൾ ഫ്ലക്സിൻ്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സാധനമാണ്. 3D വ്യൂവിൽ ആലോചിച്ച് നോക്കുക. ഫ്ലക്സ് ഇങ്ങനെയുള്ളൊരു സാധനമാണ്. മാഗ്നറ്റ് ഇങ്ങനെ ഫുൾ ലെങ്ത്തിൽ മാഗ്നറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഒരേ സമയം ഫ്ലക്സ് ഇങ്ങനെ വരുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം വരച്ചിട്ടുള്ള ഏരോ മാർക്ക്. ഫ്ലക്സിനൊരു പ്ലെയിൻ ഉണ്ട്, കോയിലിന് വേറൊരു പ്ലെയിൻ ഉണ്ട്. കോയിൽ ഇപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ, CD ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ രണ്ട് പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ ഇപ്പം എന്താണ്? ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണ്? ഫ്ലക്സിൻ്റെ പ്ലെയിനും കോയിലിൻ്റെ പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. ആ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, sin 0 0 ആയി പോകും. സോ ഈ ഇൻസ്റ്റൻറ്റിൽ, ഇങ്ങനെ നിൽക്കുന്ന ഇൻസ്റ്റൻറ്റിൽ അവിടെ EMF ഉണ്ടാവില്ല. ഓക്കെ, ഇതിന് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. വേറെ കുറേ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഒക്കെ വെച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഞാൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ബിക്കോസ് നിങ്ങൾക്ക് അത്രയും ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയല്ല ശരിക്കും ഇത്. ഞാൻ ബേസിക് ഇലക്ട്രിക്കൽ ക്ലാസ്സിൽ നമ്മൾ തിയററ്റിക്കലി ഒരു ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഇതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഓരോ കേസിലും എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഇപ്പം ഞാൻ ജസ്റ്റ് മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി കഴിഞ്ഞു, ബ്ലാക്ക് AB താഴെ നിൽക്കുന്ന കേസ് കഴിഞ്ഞു. ഇനി AB തിരിഞ്ഞ് ഇവിടെ എത്തിയ കേസ്. ഇപ്പം ഞാൻ പറഞ്ഞ ഡിഗ്രി 90 ഡിഗ്രി എന്നാണ്. എന്താ കാര്യം? ഒന്നാ താഴത്തെ റെഡിൽ വരച്ച ഫിഗർ നോക്ക്. ഇപ്പം ABCഡിൻ്റെ പ്ലെയിൻ നോക്ക് എങ്ങനെയാണുള്ളത്. നോക്ക്, ഇതാണ് AB, ഇതാണ് CD. ഇതിൻ്റെ പ്ലെയിൻ ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നത്? നേരത്തെ എങ്ങനെ നിന്ന പ്ലെയിൻ ഇപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു ഇതാ ഈ ഷേപ്പിൽ പ്ലെയിൻ. നിങ്ങളിങ്ങനെ കട്ട് ചെയ്യുന്ന ആലോചിച്ച് നോക്കും. ഇപ്പം ഇതല്ലേ ABCD, ഇതിനെങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയാൽ ആ കട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും അതിൻ്റെ പ്ലെയിൻ. അപ്പോൾ ആ പ്ലെയിൻ ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി ഫ്ലക്സിൻ്റെ പ്ലെയിൻ നേരത്തെ പോലെ തന്നെ കംപ്ലീറ്റ് നോർത്തിന് സൗത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഈ ഒരു ഫുൾ പ്ലെയിനായിട്ട്. അപ്പോൾ ഇവർ കോയിലിൻ്റെ പ്ലെയിൻ ഇങ്ങനെയാണുള്ളത്, ഫ്ലക്സിൻ്റെ പ്ലെയിൻ ഇങ്ങനെയാണുള്ളത്. ഡിഗ്രി എത്രയാണ്? നേരത്തെ എങ്ങനെയായിരുന്നു? 0 ഡിഗ്രി. ഇപ്പോൾ എങ്ങനെയായി? 90 ഡിഗ്രി. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. EM sin തീറ്റയാണ് സൈൻ വേവിൻ്റെ എക്സ്പ്രഷൻ. സൈൻ ഓഫ് 90 കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് EM എന്ന് കിട്ടും. അതായത് മാക്സിമം വാല്യൂ EMF നിങ്ങൾക്ക് ഈ കേസ് കിട്ടും, ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ കിട്ടും. പക്ഷേ ഈ ഒരു പൊസിഷനെ പറ്റി നമ്മൾ നേരത്തെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ABയിൽ ക്രോസ് ആയിരിക്കും കിട്ടുക, CDയിൽ ഡോട്ട് ആയിരിക്കും കിട്ടുക. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചേ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മനസ്സിൽ വെക്കണം. ABയിൽ ക്രോസ് ആയിരിക്കും, CDയിൽ ഡോട്ട് ആയിരിക്കും കിട്ടുക എന്നുള്ളത് മനസ്സിൽ വെക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് EM എന്ന് കിട്ടിയത്. മറ്റൊരു കേസിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കിട്ടും. അപ്പം ഞാനത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പോയിന്റ്, ബ്ലാക്കിൽ എഴുതിയ പോയിന്റ് ഓർത്ത് വെക്കാൻ പറഞ്ഞത്. താങ്ക് യു. അടുത്തത്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി 0 90 ആയി, അഗൈൻ 180 ആയി. ഫസ്റ്റ് ഇത് 0ത്തെ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ AB മുകളിലെത്തി, CD താഴെ എത്തി. പക്ഷെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? കോയിലിൻ്റെ പ്ലെയിൻ എങ്ങനെയാണുള്ളത്? ഇങ്ങനെ നിൽക്കുന്നു, ഫ്ലക്സിൻ്റെ പ്ലെയിൻ ഇങ്ങനെ നിൽക്കുന്നു. നേരത്തെ ഇങ്ങനെ AB താഴെ ഇപ്പോൾ തിരിഞ്ഞ് മുകളിലെത്തിനുള്ളൂ, പക്ഷെ പ്ലെയിൻ അതേ ഡിഗ്രിയാണ്. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രീൻ്റെ അതേ കാര്യമാണ് നടക്കുന്നത്. ശരിയല്ലേ? അവിടെ നമുക്ക് സൈൻ ഓഫ് 180 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഗെയിൻ അത് 0 ആയി പോകും. അപ്പോൾ 0th ഡിഗ്രിയിലും EMF 0 ആണ്, 180 ഡിഗ്രിയിലും EMF 0 ആണ്. നടുവുള്ള 90 ഡിഗ്രിയിൽ EMF എന്തായിട്ടുണ്ട്? മാക്സിമം ആയിട്ടുണ്ട്. ഇനി 270 എന്താ സംഭവിക്കാൻ നോക്കാം. 270 പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ നിൽക്കുന്ന AB ഒരു 90യും കൂടെ തിരിഞ്ഞ് ഇവിടെ എത്തി. എന്തുകൊണ്ടാണ് ഇതിനെ 270 എന്ന് പറയുന്നത്? ഇത് 90 കേസിൽ ഇങ്ങനെ നിന്ന് CD എന്ന് പറഞ്ഞ കണ്ടക്ടർ 270 എത്തുമ്പോൾ ഇങ്ങനെ എത്തും. പക്ഷെ പ്ലെയിനിൽ വേറെ മാറ്റമൊന്നുമില്ല. കോയിൽ തമ്മിലൊരു പെർപെൻഡിക്കുലർ റിലേഷൻ തന്നെയാണ് വരുന്നത്. നേരത്തെ ഇങ്ങനെയായിരുന്നു, ഇപ്പം അത് പൊസിഷൻ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ റൊട്ടേഷൻ നോക്കുമ്പോൾ ഇത് 270 ആണ്. 0 90 180 270. ഓക്കെ,
പ്ലെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലായി. നമ്മൾ പ്ലെയിൻ ഇപ്പം എങ്ങനെ നിൽക്കുന്നതെന്ന് ഞാൻ വരച്ചു. EM സൈൻ തീറ്റ അല്ലെങ്കിൽ EM സൈൻ 270 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇപ്പം ഉള്ള EMFിൻ്റെ വാല്യൂ E = -EM ആണെന്ന് കിട്ടി. അപ്പോൾ 0-ൽ നിന്നു 90-ൽ പോയി, മാക്സിമം പോയി 180 0 ആയി, 270-ൽ -EM ആയി. എന്താ ഈ -EMൻ്റെ മീനിങ്? നമ്മൾ നേരത്തെ ഈ കേസ് പഠിച്ചതാ, ഫ്ലെമിങ്സ് റൂൾ വെച്ച് നമ്മൾ നോക്കിയതാ. 180 ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ 270 എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരുന്നത്? ഇൻ ബിറ്റ്വീൻ 180 ആൻഡ് 360. നിങ്ങൾ പണ്ട് പഠിച്ചൊരു ഫിഗർ ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ ആദ്യം പഠിച്ചൊരു ഫിഗർ ഉണ്ടായിരുന്നു, അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചിരുതാ. ഈ കേസ് നമ്മൾ അപ്ലൈ ചെയ്തതാ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? CD-യിൽ ക്രോസും AB-യിൽ ഡോട്ടുമാണ് കിട്ടിയത്. അതായത് 90 ഡിഗ്രി കിട്ടിയത് AB-യിൽ ക്രോസും CD-യിൽ ഡോട്ടും ആയിരുന്നു. പക്ഷേ 270 ഡിഗ്രിയിൽ കിട്ടുന്നത് CD-യിൽ ക്രോസും AB-യിൽ ഡോട്ടുമാണ്. നേരെ തിരിഞ്ഞു. അപ്പം 90 ഡിഗ്രി കിട്ടുന്നത് EM ആണെങ്കിൽ, 90 ഡിഗ്രി കിട്ടുന്ന EMFിൻ്റെ വാല്യൂ EM എന്നാണെങ്കിൽ, 270-ൽ കിട്ടുന്ന EMFിൻ്റെ വാല്യൂ EM തന്നെയാണ്. പക്ഷെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? നേരെ തിരിഞ്ഞു, -EM ആണ്. അപ്പോൾ മാത്തമാറ്റിക്കലിയും കൺസെപ്റ്റ് വൈസും നിങ്ങൾക്ക് ഈ കാര്യം ക്ലിയർ ആണ്. കൺസെപ്റ്റ് വൈസ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ മാറി. AB-യിൽ ക്രോസ് ഉള്ളവർക്ക് AB-യിൽ ഡോട്ട് വന്നു, CD-യിൽ ഡോട്ട് ഉള്ളതിന് പകരം CD-യിൽ ക്രോസ് വന്നു. അതായത് വോൾട്ടേജ് EMന് പകരം നെഗറ്റീവ് ഓഫ് EM ആയി മാറി. ഓക്കെ, ഇതാണ് ലാസ്റ്റ് സ്ലൈഡ്. ഞാനിപ്പോൾ കിട്ടിയ സാധനത്തിനെ X ആക്സിസിൽ ആ ഡിഗ്രീസ് വരച്ചു, Y ആക്സിസിൽ ആ EMFിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ വരച്ചു. അതിൻ്റെ മാക്സിമം EM എന്നും +EM എന്നും നെഗറ്റീവ് സൈഡിലെ മാക്സിമത്തിന് -EM എന്നും മാർക്ക് ചെയ്തു. 0th ഡിഗ്രിയിൽ നിന്നപ്പോൾ നമുക്കറിയാം കോയിലും പ്ലെയിനും ഇങ്ങനെ നിന്നപ്പോൾ EMF 0 ആയിരുന്നു. 90 ഡിഗ്രി എത്തിയപ്പം EMF മാക്സിമായി, +EM ആയി. 180 ഡിഗ്രി എത്തിയപ്പം EMF അഗെയിൻ 0 ആയി. 270-ലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെയായി അല്ലേ? നേരത്തെ ഇങ്ങനെയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ്, നെഗറ്റീവ് EM കിട്ടി. 360 എത്തിയാൽ അഗെയിൻ അത് പഴയ കേസ് തന്നെ എത്തും. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ തിരിഞ്ഞ് ആർമേച്ചർ വീണ്ടും പഴയ പൊസിഷനിൽ എത്തും. അവിടെ അഗെയിൻ EMF എന്താവും? 0 ആവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 0 90 മാത്രമേ ഉള്ളൂ, അതിൻ്റെ നടുവിലൊരു പൊസിഷൻ 45-ൽ വെച്ചാൽ എന്താ കിട്ടുക? കറസ്പോണ്ടിങ് ആയി 45-ൽ വെച്ചാൽ 0-ൽ EMF 0 ആണ്, 90-ൽ മാക്സിമം ആണ്. നടുവിൽ 45-ൽ വെച്ചാൽ ആ സൈൻ വേവിൻ്റെ അവിടെ 45 ഡിഗ്രി വരച്ച് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ കിട്ടും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ EM × sin 45 കൊടുത്താൽ മതി. 135 കിട്ടില്ലേ? EM × sin 135 കൊടുത്താൽ കിട്ടും. 180 കഴിഞ്ഞ ഏത് വാല്യൂവിലും സൈൻ കൊടുത്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുക. സൈൻ വേവിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഒരു ജനറേറ്റർ തിരിച്ചു നോക്കി, കിട്ടുന്ന വാല്യൂസ് ഇങ്ങനെ പ്ലോട്ട് ചെയ്തു, നോക്കിയപ്പോൾ അതൊരു സൈൻ ബിഹേവിയറാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് സൈൻ വേവ് എന്ന് പറയുന്നത്. അല്ലാതെ സൈൻ വേവ് എന്ന് പറഞ്ഞാൽ പണി എളുപ്പത്തിന് കഴിയുന്നതുകൊണ്ട് നമ്മൾ സൈൻ വേവ് എന്ന് പേരിട്ടല്ല. ആ കാര്യം അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഈ ഒരു വേവിൻ്റെ ഡീറ്റെയിൽസ്, ഓരോ മൈന്യൂട്ടായിട്ടുള്ള ടൈം പീരീഡ്, ഫ്രീക്വൻസി, RMS വാല്യൂ, ആവറേജ് വാല്യൂ, ഇതിലേക്കൊക്കെ നെക്സ്റ്റ് ക്ലാസ് പോവും. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾ ഒരു എൻജോയ് ചെയ്ത് അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ പോലെ 3D വ്യൂ നോക്കുക. നിങ്ങൾ നെറ്റിൽ ഇതിൻ്റെ 3D വ്യൂവും 3D ചെറിയ ഡെമോസൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഞാൻ വേറെ ഷെയർ ചെയ്ത് തരാം. പക്ഷേ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു റൊട്ടേഷനെ കുറിച്ചൊക്കെയുള്ള എക്സാക്റ്റ് ഒരു 3 ഡയമെൻഷണൽ വ്യൂ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി സ്വയം അനലൈസ് ചെയ്ത് നോക്കിയാൽ ഈ 3D കാര്യങ്ങളും റൊട്ടേഷൻ്റെ കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ. ഞാൻ അനലൈസ് ചെയ്ത് എൻ്റെ മൈൻഡിലുള്ളൊരു പോയിന്റിലായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് അതിൽ ലഭിച്ചേക്കാം. നിങ്ങൾ സ്വയം ഇമാജിൻ ചെയ്യാൻ നോക്കണം. ഇമാജിൻ ചെയ്ത് മാത്രം അനലൈസ് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളാണ് ഈ ഇലക്ട്രിക്കൽ ടെക്നോളജിയിൽ ശരിക്കും പറഞ്ഞാൽ ത്രൂ ഔട്ടായിട്ട് വരുന്നത്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കേണ്ടി വരും. ഫേസർ ഡയഗ്രാംസ് കാര്യങ്ങൾ. അപ്പോൾ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ഈ ടോപ്പിക്ക്. ബാക്കിയുള്ളവർ എടുക്കേണ്ടതല്ല. ഈ ഒരു പോർഷനിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അത്രയും സിമ്പിളാണ് ഇത്. പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് വേണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബാക്കി ഞാനത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളെ ഡൗട്ട്സ് കാര്യങ്ങൾ കമൻസ് എല്ലാം ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്താൽ മതി. താങ്ക് യു.